എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ശുശ്രൂഷയിൽ എനിക്കും ഒരു ഭാഗമാകുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നിമിഷം ചിന്തിക്കാനായി തിരഞ്ഞെടുത്ത വേദഭാഗം യാക്കോബ് 1-ാം അധ്യായം 12-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. അവൻ പിന്നത്തേതിൽ അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ. ശരിക്കും നമ്മളൊക്കെ പരീക്ഷ ഇഷ്ടപ്പെടുന്നവരാണോ കൂട്ടുകാരെ? നമുക്ക് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി കാണും, എല്ലാവർക്കും ഒരു പേടി കാണും. എനിക്ക് പേടിയുണ്ട് കേട്ടോ. അത് പരീക്ഷ എഴുതുന്നെന്ന് ഓർത്തിട്ടല്ല, ഇതിൻ്റെ മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാ. അതൊക്കെ പോട്ടെ, എല്ലാവർക്കും പരീക്ഷ എടുക്കുമ്പോൾ ഒരു പേടി കാണും. പേടിയില്ലാത്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? അവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു ടെൻഷനും കാണത്തില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി നടക്കുന്നവരും ആണ് മിക്കവാറും. ഞാൻ കണ്ടിട്ടുള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഭാവിയെക്കുറിച്ച്, നാളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർക്ക്, നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം ഒരു പേടി തന്നെയാണ്. പക്ഷെ വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് പറ്റുന്നതിൽ തരുന്നുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. അല്ലാതെ 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 10-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണോ തരുന്നത്? ഒരിക്കലുമല്ല. 7-ാം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും തരുന്നത്. നമ്മളായിരിക്കുന്ന ക്ലാസ്സിലെ നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിച്ചതിൻ്റെ അനുസരിച്ചുള്ളതേ നമുക്ക് തരത്തുള്ളൂ. വചനവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ വാക്യത്തിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പരീക്ഷയുടെ കൂടെ അവനൊരു പോക്കുവഴിയും ഉണ്ടാക്കും. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് എല്ലാ സാത്താന്യ പരീക്ഷകളെയും നമ്മൾ ജയിച്ചേ പറ്റൂ. യേശു പരീക്ഷയെ ജയിച്ച പോലെ നാമും ജയിച്ചു മുന്നേറണം. നമ്മുടെ കർത്താവിനെ സാത്താൻ എത്ര ചോദ്യം കൊണ്ടാണ് പരീക്ഷിച്ച്? 3 ചോദ്യം കൊണ്ട്. അവസാനം യേശു സാത്താനെ ശാസിച്ചു. സാത്താൻ എന്നെ വിട്ടുപോ എന്ന് മറുപടിയും പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനാണ്, എങ്കിലും മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ എല്ലാ പരീക്ഷണങ്ങളും കർത്താവ് അനുഭവിച്ചു. എന്നാൽ യേശുക്രിസ്തു അനുഭവിച്ച പരീക്ഷണങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. സാത്താൻ ഒരിക്കലും യേശുവിൻ്റെ പിന്നാലെ ചെന്നതല്ല, നേരെ മറിച്ച് സാത്താനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ദൈവാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചതല്ലേ. ആദ്യ മനുഷ്യനായ ആദാമിനെ ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ തോൽപ്പിച്ചു. എന്നാൽ യേശു മരുഭൂമിയിൽ വെച്ച് സാത്താനെ തോൽപ്പിച്ചു. ആദ്യ മനുഷ്യനായ ആദാം സാത്താൻ പഴം കൊടുത്ത് അത് കഴിച്ചത് മൂലം പാപത്തിലാകപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വിജയം മാനവരാശിയെ മുഴുവൻ ജീവനിലേക്ക് നടത്തി. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം വിജയം നേടിയത് വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു മാതൃകയാണ്. ഈ മാതൃകയായിരിക്കണം നാം ഓരോരുത്തരും അനുകരിക്കേണ്ടത്. നമ്മുടെ കർത്താവിന് പല വിടുതലിൻ്റെ കഴിവുകളുണ്ട്. എന്നാൽ അത് ഭൗതിക ആവശ്യങ്ങൾക്കല്ല അത് ഉപയോഗിച്ചത്, മറിച്ച് ഒരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയായിരുന്നു അതെല്ലാം. നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റുമ്പോൾ അത് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ ദൈവപൈതലെ സ്വീകരിക്കുമെന്ന് വചനം പറയുന്നു. തൻ്റെ മക്കളായ നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ യേശു ഭൂമിയിൽ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. നമുക്ക് ദൈവം ഒരുപാട് കഴിവുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? അതെല്ലാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ലാതെ, നമ്മുടെ സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്കും അല്ലാതെ ദൈവനാമ മഹത്വത്തിനെ നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം. എൻ്റെ ഈ ചെറിയ പ്രായം മുതൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ക്രിസ്ത്യാനി എന്ന് വെറുതെ പറഞ്ഞു നടക്കൊരാകരുത് നാം ഓരോരുത്തരും. ദൈവഹിതം നിറവേറണമെന്ന പ്രാർത്ഥനയോടെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ നിർത്തട്ടെ. ആമേൻ. സ്ഥാനമില്ല എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം
നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നും എൻ ദൈവം തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താ, മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും നീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും നീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നും എൻ ദൈവം തലമുറ തലമുറയാ. യാഹേ അങ്ങെൻ്റെ സങ്കേതം തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ